ഇന്നത്തെ നമ്മളെ വീഡിയോ നമ്മളെ നിലമ്പൂർ അകമ്പാടം നമ്പൂരിപ്പോട്ടിലെ ബിച്ചാവ് പറഞ്ഞ ആളെ വിശേഷങ്ങളാട്ടോ. അയാളെ വീട്ടിൽ പോയണ്ടേ അയാൾ മരം കൊണ്ട് അത്ഭുതങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അപ്പം അതിൻ്റെ കാഴ്ചകളാണ്. ഏത് മരം കൊടുത്താലും ഏത് മോഡൽ എന്തുവാണെങ്കിലും ഉണ്ടാക്കി തരും. അതിൻ്റേതായ വിശേഷങ്ങളും കാര്യങ്ങളാണെന്ന് നമ്മൾ എടുക്കാൻ പോകണം കേട്ടോ. നമ്മളെ ബിച്ചാവ് പറഞ്ഞു. ബിച്ചാവ് ഞങ്ങൾ പേര് പറഞ്ഞത് ബിച്ചാവിൻ്റെ പേര് മുഹമ്മദ് അലി എന്നാണ്. ബിച്ചാവെന്ന് പറഞ്ഞെങ്കിലേ അറിയുള്ളൂ. എവിടെ സ്ഥലം എന്ന് പറഞ്ഞ സ്ഥലം അകമ്പാടം നമ്പൂരിപ്പെട്ടി, നിലമ്പൂർ അകമ്പാടം നമ്പൂരിപ്പെട്ടി, ആട്ടിയമ്പാറ റോഡ്. ഇതാണ് നമ്മൾ പറഞ്ഞ ആൾ. വീടെടുക്കാനാണ് ഇപ്പം വന്നത് കേട്ടോ. മൂപ്പർക്ക് ഉണ്ടാക്കാനല്ലേ മരങ്ങൾ നോക്കാണ് കേട്ടോ. മൂപ്പർക്കല്ലേ മരങ്ങൾ കിട്ടി. അപ്പോൾ അത് കൊണ്ടുപോകാണ് ആ കമ്പാടത്തേക്ക്. അപ്പോൾ അതെടുത്തത് വാണിയമ്പലത്തു നിന്നാണ്. ഇവിടുത്തെ ഒരു ബില്ലുണ്ട്. ഈ ബില്ലെന്നാണ് എടുത്തത്. ഈ മരങ്ങളൊക്കെ കൊണ്ടുപോയാണ്ടേ ഓരോരോ കരകൗശല വസ്തുക്കളാക്കും. അപ്പോൾ ഞാൻ കളറ് കൊടുക്കാതെ ഉള്ള ഇതിപ്പോൾ ഞാനൊരു തിരുവനന്തപുരത്തൊരു ടീമിന് അവരൊരു സെൻറ്റപ്പ് ഇതായിട്ട് കൊടുത്തതാണ്. പിന്നെ ഇത് പോളിഷ് കഴിഞ്ഞില്ല. ഇത് 1013 മീനാണ് ഇതിലെ. അതിൽ 13 തരം, അതായത് തൃക്കടമ്പ് ചീമക്കൊന്ന വരേണ്ടത് 13 തരം മീൻ. ഇത് 8 അടിങ്ങനി 6 അടിങ്ങനിയുണ്ട്. അപ്പം ഇനി കാണാൻ വരാം. ഓർക്കെല്ലാം മരം കിട്ടി. ഒരു മരം കൂടുതൽ കയറ്റിയാണ്ടേ ഓരോ പോവുകയാണ് നാട്ടിക്ക്. ബാക്കി ഞാൻ സെട്ട് പോയിട്ട് എടുക്കാം. മൂപ്പര ഷെഡ് കേട്ടോ. ഇവിടുന്ന് മാറ്റണം, അങ്ങോട്ട് മാറ്റണം അല്ലേ? അത് പൊളിച്ച ഇവിടെ വെച്ചിട്ടാണ് ഇപ്പോൾ ഇതൊക്കെ ഓരോരോ സംഗതികൾ ഉണ്ടാക്കണം കേട്ടോ. ഇത് ഷെഡ് പൊളിച്ചാണ് അങ്ങോട്ട് മാറ്റുകയാണ്. ഇനി നല്ല സെറ്റപ്പിൽ ഉണ്ടാക്കണല്ലേ അപ്പുറത്തല്ലേ? ഇവിടെ നിന്നൊക്കെ ഒഴിവാക്കിയാണ്ടല്ലേ? അതല്ലേ ഇത് വീട് കഴിഞ്ഞില്ലേ? തറവാട് വീടല്ലേ? അപ്പോൾ അവിടെയാണ് ഇതിൻ്റെയൊക്കെ പണികളൊക്കെ നടക്കുന്നത്. ഇനി ഇത് നല്ല സെറ്റപ്പിൽ അങ്ങോട്ട് മാറ്റുന്നുണ്ട്. ഇവിടെയാണ് ഓരോരോ കലാസൃഷ്ടികൾ ഉണ്ടാകുന്നത് കേട്ടോ. ഇവിടെ നിന്നാണ് നിൽക്കണതിന് ഉപയോഗിക്കുന്ന മരങ്ങൾ. ഈ മരത്തമ്മെന്നാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. പലവിധ മരങ്ങളുണ്ട്. ഇതിൽ കുറച്ച് മരങ്ങൾ മൂപ്പർ പറഞ്ഞത്. പിന്നെ ഇതാണ് അതാണ് അതിൽ കാണുന്നത് അല്ലേ? ഒന്നും കളറല്ല. ഇത് ചുവന്നകിലാണ്, ഇത് കുമിളാണ്, ഇത് കുമിളാണ്, ഇത് കുമിളാണ്, ഇത് വീട്ടി, ഇത് കേക്കിൻ്റെ തന്നെ 4 ഐറ്റം വരാണ്. 4 കളർ. ഇതൊരു കളർ, ഇതൊരു കളർ, ഇതൊരു കളർ, ഇതൊരു കളർ. ഒരു കളർ ഇതിന് വേണ്ടിയിട്ട് അല്ലാണ്ട് കളർ കൊടുക്കണമെന്നല്ലേ? ഇല്ലല്ല, കൊടുക്കുന്ന പരിപാടിയില്ല. കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നല്ലേ? ഒക്കെ കയറി പോയതുകൊണ്ടല്ലേ കുറേ സാധനങ്ങൾ. ഇതും അതുപോലെ ഐറ്റാണ്. ഇതൊരു മൊമെൻ്റ് ആണ്. മൊമെൻ്റ് ആണല്ലേ? ഇതും വീട്ടി തേക്ക്, ഇത് തേക്ക്, ഇത് അകില്, കുമിള്, ഇത് തൃക്കടമ്പ്, ഇത് വാമ്പ് ഷീറ്റ്. പഴയ കൊട്ടാരത്തിലൊക്കെ ഉണ്ടാവണേ മടപ്പെട്ടിയിലെ പോകുന്നുണ്ട്. ഇതിലെ പിന്നെ ഇതുള്ള സാധനങ്ങളൊന്നും സ്റ്റോക്കില്ല. നമ്മൾ ഉണ്ടാക്കുക, അത് പിന്നെ അങ്ങനെ കയറ്റി വിടുക. ഇത് ഞാൻ മറ്റേ ഇതിലില്ലേ മഞ്ചേരി ഇലയ്ക്ക് ഫർണിച്ചർ ഓലെ ഇത് ഉണ്ടാക്കി പിന്നെ കസ്റ്റമർക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വലുതാണ് ഉണ്ടാക്കാം. ചെറുതാണല്ലേ?
ഡെമോ അങ്ങനെ ചെയ്ത് വെച്ചാൽ ഇതൊക്കെ ശരിക്കും ഒരു ഗിഫ്റ്റ് കൊടുക്കാനുള്ള കണ്ടീഷനിൽ ആണല്ലേ വലുപ്പങ്ങളൊക്കെ അല്ലേ? ഇത് മറ്റുള്ളതൊക്കെ വേറുണ്ട്. ഇതൊക്കെ ചുമരിൽ തൂക്കണല്ലേ? ഇതിൻ്റെ ഉള്ളിൽ LED ലൈറ്റ് വരും. LED ലൈറ്റ് അല്ലേ? റെഡ് ഇന്നത്തിനൊരു പവർ കാണിക്കണേ ലൈറ്റ് വരും. അതുപോലെ ഇത് റൊണാൾഡോ ആണ്. അത് നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാവില്ല. കുറെ ദൂരം നിന്ന് നോക്കിയിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ അല്ലേ? നെയ്മറും കുറെ ഉണ്ടാക്കിയിരുന്നത്. നെയ്മർ, മെസ്സി, കുറെ ആൾക്കുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ വേൾഡ് കപ്പിന്റെ ടൈമിൽ പോയി. ഇതിലൊന്നും ബാലൻസ് വന്നതാണ്. ഇതുപോലെ ഒരു മൊമെന്റ് ആണല്ലോ ഇത്. ഇത് ഏത് മരത്തുമല? അത് ഇത് വീട്ടിൽ ബാക്കിയൊക്കെ തേക്കുമലും വീട്ടിമലും അല്ലേ? പിന്നെ ഇതുപോലെ ഒരു ക്ലോക്കാണ്. ഇത് വീട് കയറി താമസത്തിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ അത് ഒരു ക്ലോക്കാണ്. അത് ക്ലോക്കാണല്ലേ? ഇതൊരു ക്ലോക്കാണല്ലേ? ഇതൊരു ക്ലോക്കാണ്. അത് കെട്ടി തൂക്കണല്ലേ? അതൊരു പഴയകാല വെള്ള ബോട്ടലിന്റെ ഈ മരുഭൂമിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നാളെ ഒരു വെള്ള ബോട്ടലുണ്ട്. അതിന്റെ ഒരു ഷേപ്പിൽ ചെയ്താണ്. പിന്നെ എന്താണ് ഇതുപോലെ നിലമ്പൂർ തേക്കിന്റെ ഏമ്പളം. നിലമ്പൂര് തേക്കിന്റെ അടുത്ത് വേണമെന്നുള്ള പറഞ്ഞ് ചെയ്താണ്. ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഗിഫ്റ്റ് ബോക്സ് ആണ്. ഗിഫ്റ്റ് പറയുമ്പോൾ നമ്മളതില് മറ്റേ നമ്മളെ സ്പൈസസ് ഇട്ടിട്ട് ഗസ്റ്റിന് കൊടുക്കണേ. ഈ ഫിനിഷിംഗ് എല്ലാം ഉണ്ടാവുക. നമ്മളിവിടെ പോളിഷ് ചെയ്യാനും കാര്യങ്ങളൊക്കെ കോമഡി പരിപാടിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇതിങ്ങനെ മേലൊക്കെ നോക്കി ചിരിക്കണേ. അങ്ങനെയാണ് അതിൻ്റെ ഇത്. ഇത് ഏതാ മരം? അത് ഏത് മരത്തമ്മല? തേക്കുമല. അതോ അത് ഇത് പിന്നെ നമ്മൾ മൈസൂര വർക്ക് ചെയ്തപ്പോൾ ഓലത്തുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കത്തി പോയിട്ടുണ്ട്. അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സാമ്പിൾ തന്നാണല്ലേ? സാമ്പിൾ തന്നെ. ഇതിന് കത്തി പോയിട്ടുണ്ട്. കത്തി നമ്മൾ മാറ്റി ചെയ്തിട്ട് ഈ കളറടിച്ചിട്ട് കൊടുക്കണം. ഇത് അതുപോലെ ഒരു ഗിഫ്റ്റ് ബോക്സാണ്. ഇതാണ് മുഖ്യമന്ത്രി അമേരിക്കൻ സ്ഥാനപതിക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തത്. ഇതിൽ നമ്മളെ സ്പൈസസ് ഇടും. ഏലക്കായ്, കറാമ്പൂ, കറുവപ്പട്ട അതിട്ടിട്ട് ഇവിടെ നോമിനേഷൻ ചെയ്യും. ഇങ്ങനെ കൊടുക്കും. അതിങ്ങനെ വെക്കാം. ഇത് മുഖ്യമന്ത്രി അമേരിക്കൻ സ്ഥാനപതിക്ക് കൊടുത്തത്. ഇത് മുഖ്യമന്ത്രിക്ക് ഒരുപാട് നിങ്ങളുണ്ടായി കൊടുത്തത്. നമ്മളറിയാത്തൊരു കാര്യമാണ് ഇത്. മുഖ്യമന്ത്രിക്ക് ഇത് ഒന്നല്ല, ഇതൊരു 10-20 പീസിലേറെ നമ്മൾ ചെയ്ത് കൊടുത്തു. പിന്നെ ഇതൊക്കെ ഇതൊരു കോളിബെല്ലാണ്. ഇതിപ്പോ ഇങ്ങനെ റോപ്പ് വലിക്കുമ്പോൾ തോർണം കിട്ടൂലേ? അതേപോലെ കോളിംബെല്ല് അല്ലേ? അതുപോലെ ഇത് ഒരു യേശുവിൻ്റെയാണ്. ഇതും നിങ്ങൾക്ക് അടുത്തൊന്നും നോക്കിയാൽ ഒന്നും മനസ്സിലാവില്ല. കുറച്ച് ഒരു 20 പാലെങ്കിലും അകലെ നിന്ന് പോകുമ്പോഴാണ് ഇങ്ങനെ ഒരു ആലോചിച്ചിരിക്കുന്ന ഒരു ഫീലാണ്. ഇതിന് ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ. യേശുവിൻ്റെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. വേറെ കൂടി ഉണ്ട് ഇവിടെ. യേശുവിൻ്റെ കുരിശുമരണമാണ്. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിയാൽ നമുക്ക് ഒന്നും വെള്ളം കിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കാല്, ഇത് കൈ, ഇത് മുൾക്കിരീടം, ഇത് താടി, മുഖം, അങ്ങനെയാണ് വരുന്നത്. അത് കുറച്ച് അകലെന്ന് നോക്കുമ്പോൾ കറക്റ്റ് കിട്ടും. അത് കുറച്ച് കിട്ടുന്ന നോക്കുമ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടുന്നുണ്ട് അല്ലേ? എടുത്തുനിന്ന് പോകുമ്പോൾ ഒരു ഐഡിയ കിട്ടില്ല അല്ലേ? ഇവർക്കൊക്കെ അങ്ങനെയാണ്. നമ്മൾ ഫോട്ടോ മാറ്റി ചെയ്യുമ്പോഴൊക്കെ നമുക്ക് അടുത്തുനിന്ന് അതിനൊരു ഇത് കിട്ടില്ല. കൂടുതൽ അകലെന്നാണ്. പിന്നെ ഇത് നമ്മളെ ശ്രീ പത്മഭൂഷൺ അവാർഡില്ലേ? അവാർഡ് അത് ആദ്യം ഒരു റിബൺ കിട്ടിയിട്ടാണ് കൊടുത്തിരുന്നത്. ഇതിപ്പോ 3-4 വർഷമായിട്ട് ഇതിലാണ് ചെയ്യുന്നത്. എല്ലാ വർഷവും ഒരു 10-15 പീസ് ഇതിലേറെ കുറച്ച് വെള്ളം കുറച്ചൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് തേക്ക്, ഇത് മുള. അതാകുമ്പോൾ ട്രീറ്റ് ചെയ്ത മുളയാണ്. ഇത് ചെയ്ത് വെച്ചിട്ട് തന്നെ ഒരു 3-4-5 വർഷമായി. ഒന്നും സംഭവിക്കില്ല. ഫംഗസും അങ്ങനെയൊന്നും വരില്ല. പിന്നെ ഇത് ക്ലോക്കിൻ്റെയാണ്. ചെറിയ ചെറിയ പൈസക്ക് ആളുകളെ ഈ കാലതാമസത്തിൻ്റെ എനിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതൊരു മൗണ്ടിയാണ്. ഇവിടെ ഒരു പെന്ന് വരും. പെന്ന് വരും. വീട്ടിൻ്റെ കാര്യത്തിലൊരു പെന്ന് ഇവിടെ വരും.
പിന്നെ ബാക്കിലുള്ള ഐറ്റംസ് ഇതിൻ്റെയൊക്കെ ഒരു ഏകദേശം വില പറയാൻ പറ്റുമോ? നമ്മളങ്ങനെ വില പറയുമ്പോൾ അത് ഇപ്പോൾ ഈ ചെയ്ത് അതുപോലെ ഓരോന്നും ഓരോ ടൈമിൽ ചെയ്യുമ്പോൾ നമുക്ക് പണിക്ക് ഒരുപാട് മാറ്റം വരും അല്ലേ? അപ്പോൾ വില എന്ന് പറയുമ്പോൾ പിന്നെ അങ്ങനെ എല്ലാത്തിനും കറക്റ്റ് ഒരു വില നമുക്ക് പറയാൻ കഴിയില്ല അല്ലേ? പിന്നെ ഇനിയിപ്പോൾ ഒരു പാർട്ടി വരുമ്പോൾ അവർക്ക് ഇത് വേണ്ടി വരും, ഇതിന് പകരം വേറെ ബോക്സ് ആയിട്ടോ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കേണ്ടി വരും അല്ലേ? അതിനനുസരിച്ച് നമ്മൾ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് കുറേ വില കുറച്ച് കൊടുക്കാൻ പറ്റും. സിംഗിൾ പീസ് ആകുമ്പോൾ അതിനായിട്ട് മെനക്കെട്ട് ചെയ്യണം. നിങ്ങൾ എത്ര കാലങ്ങളായിട്ട് മറ്റേ തുടങ്ങിയതാണ്? ഓരോ ചെറുപ്പകാലം തൊട്ട്? അതെ, ഇത് ഞാൻ ചെറുപ്പം പോലെ എന്നത് ഇങ്ങനെ ചെയ്യും. ഇതൊന്നും പഠിച്ചതൊന്നുമല്ല. പിന്നെ പഠിച്ച പണി ടൈലറിംഗ് ആണ്. ഗൾഫിലുണ്ടായിരുന്നു 25 വർഷം. അതൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ നമ്മളിതിനെങ്ങനെ ഇതിനെ ഇറങ്ങാന്ന് പറയുമ്പോൾ നമ്മളവിടെ ഇതിന് സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മളിതിനെ ഇറങ്ങുമ്പം പിന്നെ നമുക്ക് അതുകൊണ്ട് ജീവിക്കാൻ കഴിയുമോ എന്നുള്ളൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഇതൊക്കെ ഫേമസ് ആയില്ലേ? ഇതൊക്കെ ഇപ്പോൾ ആളുകൾ ഇപ്പൊ ഇവിടെ നമുക്കൊന്നും സ്റ്റോക്ക് ചെയ്യാൻ ഇല്ല. ഓർഡർ പ്രകാരം ഉണ്ടാക്കും. അപ്പൊ ചെയ്യുന്ന വർക്കൊക്കെ കഴിഞ്ഞ ആഴ്ച കൊടുക്കേണ്ട വർക്കാണ്. ഇപ്പൊ തിരക്കായി അല്ലേ? ഇപ്പൊ അങ്ങനെയാണ്. എല്ലാവരും ഇപ്പൊ നിങ്ങൾ വരുമ്പോഴും ഞാൻ പറഞ്ഞതാണ്, ഒന്നുമില്ല, കാണിക്കാനൊന്നുമില്ല. പിന്നെ നമുക്ക് ഫോട്ടോസ് ഉണ്ട്, അത് വേണമെങ്കിൽ ഞങ്ങൾക്ക് തരാം. അതിന്റെ ഫോട്ടോസ് കുറച്ച് കാണും ചെയ്യാം നമുക്ക് കേട്ടോ. ഇവിടെ ഇതൊക്കെ തന്നെ ഉള്ളു അല്ലേ? അങ്ങനെ ഒന്നാമതിപ്പോൾ നല്ല തിരക്കായി. സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയതൊക്കെ അപ്പൊക്കെ ഓർഡർ പ്രകാരം ഉണ്ടാക്കണല്ലേ? ഓർഡർ പ്രകാരം തിരക്കുള്ളൊരു ടൈമുമാണ്. അതൊരു കുറേ സൈറ്റ് കാര്യമായിട്ട് വർക്ക് ചെയ്യാനേ പറ്റിയില്ല. അങ്ങനെ നോക്കലും മറ്റൊന്നും മറ്റൊക്കെ. ഇന്നലെ നമ്മൾ അവിടുന്ന് വാണിയമ്പലത്ത് കണ്ടില്ല? അത് അവിടേക്ക് മരം എടുക്കാൻ വന്നതോ? അത് അതിൻ്റെ പ്രത്യേക തരം മരം കിട്ടണം അല്ലേ? മരം തെരഞ്ഞു നടക്കണം. അപ്പൊ ഞാനിതിന് ഉപയോഗിക്കുന്ന മരം തേക്ക് ഇഷ്ടംപോലെ കിട്ടും. മറ്റുള്ള മരങ്ങളെല്ലാം ഇതിലുണ്ടാവില്ല. കിട്ടണ എല്ലാ ബില്ലും പറഞ്ഞേക്കും അങ്ങനത്തെ മരം വരും നമ്മൾ വിളിക്കേണ്ടി. ആൾക്കാർക്കൊക്കെ അറിയാം. ഇങ്ങനത്തെ മരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ ഇന്നലെ ഞങ്ങളെ വാണിയമ്പലത്ത് യാദൃശികമായിട്ട് കണ്ടു. അതവിടെ കുമ്മിള് മരം എടുക്കാൻ വേണ്ടി വന്നു അല്ലേ? നമ്മളെ ഫോട്ടോസൊക്കെ ഒന്ന് കാണാം കേട്ടോ. ഫോട്ടോസ് ഞാൻ അയച്ചു ഇതൊക്കെ അല്ലേ? ഇതൊക്കെ കൊടുക്കാലോ അല്ലേ? തീർന്നിട്ടില്ല. ഇതൊക്കെ ഓരോ മൂവ്മെന്റുകളാട്ടോ. ഇത് ചെരുപ്പ് വെക്കാലോ? ഫിറ്റിങ് കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇതതുപോലെ ഒരു ഇതുള്ള ബോർഡാണ്. കട്ട് ചെയ്തിരിക്കണം. ഇതിപ്പോൾ 2 ദിവസം കഴിഞ്ഞ് കയറി താമസമാണ്. ഇത് തീർന്നിട്ടില്ല. ഇതിലിങ്ങനെ മസാലാന്ന് അക്ഷരം മരത്തിൽ വെട്ടിയിട്ട് ഇങ്ങനെ കൊടുക്കും. ഇങ്ങനെ ഹാങ് ചെയ്ത് കൊടുക്കാറുണ്ട്. കൊടുക്കലല്ലോ അല്ലേ? ഇങ്ങനത്തെ കുറേ ഉണ്ട്. ഇത് അതിൻ്റെ ഉള്ളിൽ വരാനുള്ളത്. ആ ചെരുപ്പ് വെക്കണ ഇത് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അതിങ്ങനെ നമ്മൾ ബാരിങ് ആണ്. ഇങ്ങനെ കറക്കി കഴിഞ്ഞാൽ നമ്മൾ ചെരുപ്പ് ഇതിലിങ്ങനെ ഇതിലും വെച്ച് കഴിഞ്ഞിട്ട് കറക്കുമ്പോൾ നമുക്ക് ഒരുപാട് ചെരുപ്പ് വെക്കുകയും ചെയ്യാം. അത് നമുക്ക് മുകളിൽ ഒരു കുഷ്യൻ ചെയ്ത് കഴിഞ്ഞാൽ വിസിറ്റിംഗ് റൂമിൽ തന്നെ വെക്കാം. മറ്റേ ടൂറാക്ക് പുറത്തല്ല ഉണ്ടാവുക. ഇത് വിസിറ്റിംഗ് റൂമിൽ തന്നെ വെച്ചാലും ഡോറുണ്ടായിന്. ഡോറ് തുറക്കുമ്പോൾ ടൂറാക്കാന്ന് മനസ്സിലാവുള്ളൂ. ഇത് കണ്ണൂർക്കല്ല, കണ്ണൂർക്ക് കൊണ്ടാവല്ലേ? ഇത് കണ്ണൂരാണ്. ഇതൊക്കെ ഉണ്ടാക്കിയത് ഇത് തിരുവനന്തപുരത്തേക്കുള്ള. ഇതൊക്കെ അല്ലേ? കുമിയും കുമിളും രണ്ടാണ്. ഇത് കുമിയാണ്. കുമിന് ചെറിയൊരു ഗ്രെയിൻസ് വരും. കുമിളെന്ന് പറഞ്ഞതിന് ഗ്രെയിൻസ് ഉണ്ടാവുകയല്ല, പ്ലെയിന് വൈറ്റ് മരമാണ് വരും. പിന്നെ ഇത് അഖിലാണ്. അഖിലാണ് മരം അല്ലേ? ഈ മരം തൃക്കടമ്പാണ്. അപ്പോൾ ഷെഡ് പൊളിച്ച് ചെയ്യുകയാണ്. അതുകൊണ്ട് ഇവിടെ വെച്ചിട്ടാണ്. ഇത് തൃക്കടമ്പാണ്. ഓരോരോ മരം അതിങ്ങനെയല്ല, അത് പോളിച്ച് കഴിയുമ്പോൾ അത് ചുവന്നുകൊണ്ട് വരും. ഈ മരം ഈ അഖിലാണ് മരം അല്ലേ? മനസ്സിലായി. ഇതാണ് മൂപ്പര നമ്പർ കേട്ടോ. ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. ഇതാണ് മൂപ്പര മകൻ കേട്ടോ. എന്നാലും അവിടെ നിന്ന് കണ്ടത് അത് മോനാ? ഇത് മൂപ്പര മകനാണ്.
നിങ്ങളെ മുടിയാണ് അവൻ ചോദിച്ചിട്ടുണ്ട് എന്താ അതിന്റെ രഹസ്യം എന്താണ് അത് പറഞ്ഞു മുടിൻ്റെ പറയാനുള്ള വെച്ചാല് അത് പറഞ്ഞു അതിന് പ്രത്യേക ടിപ്സ് ഒന്നും തരാനില്ല. മുടിക്ക് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഈ മുടിന്റെ പ്രത്യേകത. കാരണം ഭയങ്കര സ്റ്റൈലുണ്ട്. ഇത് വെളുത്തപ്പം അങ്ങനെ അങ്ങോട്ട് നിർത്തി. അല്ല വെളുത്തതല്ല ഇത്ര ക്ലിയർലേ. പിന്നെ ഷാമ്പു പോലും ഉപയോഗിക്കില്ല, വെറും കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പ് തന്നെ. ആളുകൾ ഇത് ചോദിച്ചിട്ടുണ്ട് എല്ലാ അതുണ്ട്. കമന്റ് വന്നിരുന്നു. ഒന്നും ചെയ്യാത്തോണ്ടാണ് മുടി ഇങ്ങനെ ആയത്. എന്തെങ്കിലും ചെയ്തുണ്ടാക്കിയതല്ല. പഴയ ആളുകൾ വിചാരിച്ചാൽ അത് വെളുപ്പിച്ചതാണ്. അപ്പൊ അങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലോ, കുട്ടികളെ കണ്ടില്ല, നീലയും പച്ചയും ചോപ്പും വെള്ളയൊക്കെ. നമ്മളത് അതല്ല, നമ്മളത് ഒറിജിനല്ല. മൂപ്പര് തന്ന് അങ്ങനെ നിർത്തി. കത്തിരി തൊടിയിച്ചില്ല, അതാണ്. കത്തിരി എല്ലാവരും വെട്ടും പോലെ മാസത്തിലൊന്നും ഇല്ല, എപ്പോഴെങ്കിലൊക്കെ ഒന്ന് പോയിട്ട് ക്ലിയർ ചെയ്യാം. അതിനും ഒരു പ്രത്യേക ബാർബറൊന്നും ഇല്ല. കിട്ടുന്ന ബാർബർ ഷോപ്പിൽ കയറി പറഞ്ഞു കൊടുക്കും, വെട്ടിത്തരും. വേറെ മുടിക്ക് പ്രത്യേകിച്ചൊന്നും ഇല്ല. ഞങ്ങൾ പോയാലോ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. നമുക്കൊരു യൂട്യൂബ് ആക്കിയാണ് മലപ്പുറം ഗാലറി നമ്മളെ യൂട്യൂബിൽ ഇടാനാണ്. പറഞ്ഞല്ലോ, ബന്ധപ്പെടണ്ടോ? നമ്പറുണ്ട്, ഞാൻ വാട്സപ്പ് സേവ് ചെയ്താണ് വിട്ടുതരുന്നുണ്ട്. ആയിക്കോട്ടെ. എന്നാൽ പോട്ടോ. ഓക്കെ.